ഇതപ്പോ ഞെട്ടണ്ട, സെക്കൻഡ് ഹാൻഡാ. അത് മനസ്സിലായി. ഇരുന്നിട്ട് കാലി നീട്ടിയാ പോരായിരുന്നോ? കാറുള്ള വക്കീലിന് ഫീസ് കൂടുതൽ കിട്ടും. പകർ പോം. മധു, ഇന്ന് കോടതി കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങുവേ. എനിക്കൊരാളെ കാണാനുണ്ട്. കക്ഷിയാണോ? കക്ഷിയല്ല, പിന്നെ എനിക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ടേ. അതിനുമ്പ് കുട്ടിയെ നേരിട്ടുണ്ട് സംസാരിക്കണമല്ലോ. ഇന്നാണ് കാണാന്ന് പറഞ്ഞിരിക്കുന്നത്. എബി, അത് ഭയങ്കര കോയിൻസിഡൻസ് ആയിപ്പോയല്ലോ. എന്റെ വീട്ടിലൊരു അലയൻസിന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. ചെക്കനും അഡ്വക്കേറ്റ് ആണ്. ആ, നിന്റെ കാര്യം പറ. അതുപോട്ടെ. പെണ്ണിന്റെ ഫോട്ടോ എവിടെ? ഫോട്ടോ ഇല്ല. അത് ശരി, ഫോട്ടോ പോലും കാണാതാണോ പോണേ? അപ്പൊ നീ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ. എന്നാലും നേരിട്ട് കണ്ടിട്ട് വൈബ് ഒക്കെ ആണെങ്കിൽ വെച്ച് താമസിപ്പിക്കണ്ട. പ്രായമൊക്കെ കൂടെയല്ലേ. നിന്റെ ഈ പ്രപ്പോസൽ ഏതാ? ഒന്നും പറഞ്ഞില്ലല്ലോ. അമ്മയ്ക്ക് ധൃതി. എന്നോട് ആരുടെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോ ഈ പ്രപ്പോസലിന്റെ കാര്യം പറഞ്ഞതാ. ദേ, ഇതാണ് ചെക്കൻ. എന്റെ പ്രായമുള്ളൂ. കൊള്ളാല്ലേ? മജിസ്ട്രേറ്റിന് എക്സാം എഴുതിയിട്ടുണ്ട്. കിട്ടുമെന്നൊക്കെയാ പറയണേ. അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ആപ്ലിക്കേഷൻ ഒന്ന് കോടതി കൊടുക്കാനുണ്ട്. ആ കുട്ടീനെ കാണുമ്പോൾ ഒരു സെൽഫി എടുത്ത് അയക്കണേ. പിന്നെ സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ തിരിച്ചു പോണ വഴിക്കാൻ ഒന്ന് പിക്കണേ. രാത്രി ഒരു ഓട്ടോ പോലും കിട്ടൂല. നീ നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ വണ്ടി എടുത്തേനെ. അപ്പൊ ശരിയെന്നാ. എന്തായി, ഫോട്ടോ എടുത്തോ? ഫോട്ടോ എടുത്തില്ല, എടുക്കാൻ പറ്റില്ല. എടുക്കാൻ പറഞ്ഞതല്ലേ. അത് സാരല്ല. ഇനിയിപ്പോ ഉറപ്പിച്ചു കഴിയുമ്പോൾ നേരിട്ട് മീറ്റ് ചെയ്യാം. അല്ല, ഇത് പറ, പെണ്ണിനെ തന്നെ ഇഷ്ടപ്പെട്ട? ഞാൻ തന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ. സത്യം പറഞ്ഞാൽ നിനക്കൊരു പെണ്ണ് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പിന്നെ ഒരു കണക്കിന് നല്ലതാ, കുറച്ച് പക്വതയൊക്കെ വരും. ഇപ്പൊ എനിക്ക് എന്താ പക്വതയ്ക്ക് കുറവ്? കുറവൊന്നുമില്ല, പക്ഷേ ഒന്നുമില്ല. അത് വിട്. മധു, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറയണം. ചുമ്മാ വളച്ചേട്ടരുത്. അത് തന്നെ എനിക്കും പറയുള്ളൂ. ഞാൻ നിന്നോട് എന്താ വളച്ചേട്ടി പറഞ്ഞിട്ടുള്ളത്? കിടന്നലറാതെ. അലറിയതല്ല, കാര്യം പറഞ്ഞതാ. എന്റെ ബി പി കൂട്ടണ്ട. ഞാൻ വെറുതെ പറഞ്ഞതാ. എന്ത് വെറുതെ പറഞ്ഞാന്ന്? എന്റെ പൊന്നോ, ചെക്കൻ കാണാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ വെറുതെയാന്ന്. എന്തിന്? ഞാനും അങ്ങനെ പലതും പറയും. പിന്നെ എനിക്ക് ആരോട് ഇഷ്ടം തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഫോട്ടോ അല്ലേ? എന്റെ ഫ്രണ്ടിന്റെ വാട്സാപ്പ് ഡി പിയാ. അല്ല, സാർ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ പുറത്തൊരു ചായക്കടയിൽ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. എത്ര ചായ കുടിച്ചെന്നറിയാമോ? ജോസേട്ടാ, അറ്റ്ലീസ്റ്റ് കാര്യം എന്താണെന്നെങ്കിലും പറ. നീയൊന്നും അടങ്ങടാ. കേസ് വല്ലതും ആണോ? കേസ് വല്ലതും ആണോ എന്ന്? അയാളുടെ മോളെ പിടിച്ചാൽ കെട്ടിച്ചേരാനാ. ജോസ് ഞാൻ വിളിക്കുന്നുണ്ടോ? അതെ. ശരിക്കും പുള്ളിയുടെ മോളേക്ക് കെട്ടിച്ചേരാൻ പോകണം. അതെ. നമസ്കാരം ജേക്കബ് സാർ. ആ ജോസേ, തനിക്കവിടെ നല്ല കോളാണെന്ന് കേട്ടല്ലോ. എന്റെ ചാര ഏലത്തിനെ പറഞ്ഞുണ്ടാക്കുന്നേ. നമ്മുടെ മണ്ടമണ്ടല ഏലത്തിന്റെ കാര്യം ഒരിക്കും. ഏലത്തിന് വില കുറഞ്ഞു. പിന്നുള്ള രാമപുരത്തിലെ റബ്ബറിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലേ കൂട്ടുകൃഷിയാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ കാര്യം എന്നായി? ഇതാണല്ലേ ആള്? സ്മാർട്ടാണല്ലോ. നമ്മുടെ അളിയനല്ലയോ? അതെങ്ങനെയാ വരൂ? ഞാൻ ഈ കസേരയിൽ വന്നിരുന്നത് മുതലേ തന്റെ അളിയച്ചാരി എനിക്ക് ഇരിക്കപ്പുറത്ത് വന്നിട്ടില്ല. തന്റെ കാര്യം പറഞ്ഞ് വിളിയോട് വിളിയാ. സാറിനൊരാവശ്യം വന്നപ്പോ സാർ എന്നെ വിളിച്ചെന്റെ അത്ര ഞാൻ സാറിനെ വിളിച്ചിട്ടില്ല. എടോ, അത് നമ്മൾ തമ്മിലുള്ള കാര്യമല്ലയോ? ഇത് അതുപോലാണോ? എന്റെ എന്ത് കാര്യമാ? ഞാൻ പറഞ്ഞിട്ടില്ല. എടോ, തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്തേക്ക് ഇരുത്താൻ. എന്നെയോ? ആ കണ്ടോ, പുള്ളി തന്നെ ഞെട്ടി. അപ്പോ പുള്ളിയുടെ പേര് പറയുന്ന എന്റെ കാര്യമോ? അനിയാ, എല്ലാ കടിച്ചു തൂങ്ങലുകളും കഴിഞ്ഞ് പ്രോസിക്യൂട്ടർ ലിസ്റ്റിൽ ഇനി ബാക്കിയുള്ളത് ഒറ്റ സീറ്റാ. അതിനുവേണ്ടി കടിപിടി കൂടുന്നത് അറിയാമായിരിക്കും. അഡ്വക്കേറ്റ് ഷാനി എബ്രഹാമും ഷാഹുൽ ഹമീദും. രണ്ടും ഗ്രൂപ്പിലെ കൊമ്പന്മാരുടെ ആൾക്കാരാ. ഇതിനിടയ്ക്ക് പേരെന്താ പറഞ്ഞ? എബിൻ മാത്യു. ഈ പേര് പറഞ്ഞ അപ്പ വെട്ടും. വെട്ട് തടുക്കണം സാറേ. ഇത് കേൾക്കാനാണോ ഞാൻ പാലന്ന് ഇത്ര ദൂരം വന്നേ? ഇയാളൊന്ന് സമാധാനപ്പെടേ. താൻ ഓടിയെത്തിയതിനേക്കാൾ സ്പീഡിലാണ് ഇവിടെ കാര്യങ്ങൾ മറിഞ്ഞത്. രണ്ട് ഗ്രൂപ്പിനെ പിണക്കാൻ വയ്യാത്തതുകൊണ്ട് പാർട്ടി മറ്റേ നയമെടുത്തു. ചെറുപ്പക്കാർക്ക് അവസരം. വേഗം ആ ഗ്യാപ്പിലെ നമ്മുടെ അലിയച്ചാരുടെ ചീട്ടങ്ങിറക്കി.
വെട്ട് വീണില്ല. എന്ന് വെച്ചാ എന്ന് വെച്ചാ തന്റെ അളിയനെ സർക്കാരിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചിരിക്കുന്നു. എന്താടോ വിശ്വാസമാകുന്നില്ല? ഭരണകാലത്തേക്ക് ഒരു കൂടി എഴുതിരി. അതല്ല, എന്നെക്കാൾ ഒരുപാട് സീനിയേഴ്സ് ഒക്കെ ഉള്ളപ്പോ ആൾക്കാരൊക്കെ എന്ത് പറയും? എടോ അതിനിത് സീനിയോറിറ്റി എന്ന് നോക്കിയിട്ടല്ലല്ലോ. പിന്നെ തനിക്കിത്ര ദണ്ണമാണെങ്കിൽ താൻ ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം. അതാണല്ലോ വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരിയാണ്. തന്നെ വിശ്വസിച്ച് ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കാവോ? ഏൽപ്പിക്കാം. മിസ്റ്റർ പ്രോസിക്യൂട്ടർ, എന്തോ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉദയനൻ സാർ. നമസ്കാരം. സാർ ബാഗ്. അത് കുഴപ്പമില്ല. ഉദയൻ എത്ര കാലം ഇവിടെ? 3 വർഷമായി സാർ. ആ. ഞാനിത് ചോദിച്ചു വാങ്ങിയ പോസ്റ്റാണ്. ആ, സ്റ്റേഷനിലാണെ ഭയങ്കര പണിയായിരിക്കും. ഇവിടെ ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കേസില്ലെങ്കിൽ വീട്ടിൽ പോകാമല്ലോ. ഇന്നത്തെ കേസ് ഫയൽസ് എല്ലാം എടുത്തിട്ട് ഓരോ കേസിന്റെയും പ്രസന്റ് സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞു തരണം. ശരി സാർ. കോടതി കഴിഞ്ഞ് വന്നിട്ട് മതി. സാറേ, പിന്നെ മന്ത്രി ജേക്കബിൻ്റെ അന്യൻ്റെ ഒരു കേസ് നമ്മുടെ കോടതി കിടപ്പുണ്ട്. അതുകൊണ്ടാണ് സാറിനെ ഇവിടെ അപ്പോയിന്റ് ചെയ്തതെന്ന് ഒരു കിംവദന്തിയുണ്ട്. പലരെയും മറികടന്നാണല്ലോ സാർ ഇവിടെ എത്തിയത്. അതിനൊരു ചുരുക്കം എല്ലാവർക്കും ഉണ്ട്. ഉദയ, ഞാനിവിടെ വന്നിരിക്കുന്നത് വേറെ ആർക്കും വേണ്ടി പണിയെടുക്കാനല്ല. എൻ്റെ പണി ഞാൻ നല്ല വൃത്തിയായിട്ട് ചെയ്യും. ഉദയനും ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി. സാർ.